പതഞ്ജലിയുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ ബാബ രാംദേവിനെയും പതഞ്ജലി MD ആചാര്യ ബാലകൃഷ്ണനെയും രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. നിരുപാധികം മാപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട ബാബ രാംദേവിനോട് യോഗയ്ക്കു നൽകിയ സംഭാവനകൾ മുൻനിർത്തി മറ്റു തെറ്റുകൾ എങ്ങനെ മാപ്പാക്കുമെന്ന് കോടതി ചോദിച്ചു. ജയിലിൽ അടയ്ക്കുമെന്ന് ആചാര്യ ബാലകൃഷ്ണയ്ക്ക് കോടതി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അടുത്ത തവണ ഹാജരാകാൻ സോളിസിറ്റർ ജനറലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോടതി. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർക്കെ ഇന്ന് തന്നെ ഹർജി വീണ്ടും പരിഗണിക്കുമോ? കോടതി ഇവരുടേത് ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന് പ്രാഥമികമായി നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ വഴിക്കുള്ള തുടർ നടപടിയിലേക്ക് പോകാനല്ലേ സാധ്യത? അതിൽ കേന്ദ്രത്തിൻ്റെ അഭിപ്രായം കൂടി തേടാനായിരിക്കും സോളിസിറ്റർ ജനറലിനെ വിളിപ്പിച്ചതെന്ന് കരുതാം, അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഈ കോടതി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് തീരുമാനം, അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് ഈ കേസ് ഇനി അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സൂചനകൾ നൽകിയിട്ടില്ല. സോളിസിറ്റർ ജനറൽ ഹാജരാകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഈ കേസിന് പരിഗണിക്കുന്നില്ല വിജയൻ. ഇനി അടുത്ത അവധിക്കായിരിക്കും കേസ് കേൾക്കുന്നത്. ഇന്ന് നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കാണ് കോടതി സാക്ഷ്യം വഹിച്ചത്. ആചാര്യ ബാലകൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള സംഘം, പതഞ്ജലിയുടെ സംഘം ആദ്യം കോടതിയിലെത്തി. അതിനു മുൻപ് തന്നെ രാംദേവ് അടക്കമുള്ള ും കോടതിയിലെത്തിയിരുന്നു. കോടതി നടപടികൾ തുടങ്ങിയതിനു ശേഷം രണ്ടാം ഘട്ടമായിട്ടാണ് ഈ കേസ് 51ാം ഇനമായിട്ടാണ് കോടതി കേട്ടത്. ആ ഘട്ടത്തിൽ ബാബ രാംദേവും ഒപ്പം ആചാര്യ ബാലകൃഷ്ണയും അവിടെ ഉണ്ടായിരുന്നു. ആദ്യ ചോദ്യം ജസ്റ്റിസ് ഹിമ കോഹ്ലിയുടെ ഭാഗത്തു നിന്നായിരുന്നു. ബാബ രാംദേവാണ് താനെന്നും താൻ ഈ പതഞ്ജലിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് എന്നും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തെറ്റ് താനോ തൻ്റെ നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനമോ ഉദ്ദേശിച്ചിട്ടില്ല എന്നും, അഥവാ ഏതെങ്കിലും കോടതിയുടെ ശ്രദ്ധയിൽ ആ വിധത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് മാപ്പാക്കണം എന്നും നിരുപാധികം ഇക്കാര്യത്തിൽ മാപ്പപേക്ഷിക്കുന്നു എന്നും ബാബ രാംദേവ് കോടതിയിൽ പറഞ്ഞു. ആ ഘട്ടത്തിൽ ജസ്റ്റിസ് ഹിമ കോഹ്ലി ചോദിച്ചത്, താങ്കൾ നൽകിയ സംഭാവനകൾ അത് കോടതിക്ക് അറിയാം, താങ്കളുടെ വക്കീൽ കോടതിയെ അക്കാര്യങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് മാത്രം മുൻനിർത്തിക്കൊണ്ട് മറ്റു തെറ്റുകൾക്കുള്ള അവകാശമായി അതിനെ കരുതി മാപ്പാക്കാൻ കോടതിക്ക് സാധിക്കുമോ എന്ന ചോദ്യമാണ് തിരിച്ചു കോടതി അങ്ങോട്ട് ചോദിച്ചത്. നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നും അതിന്മേൽ വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് നിങ്ങളിൽ നിന്നും കോടതി പ്രതീക്ഷിക്കുന്നതെന്നും ഏതെങ്കിലും കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ഉള്ള മറുപടി പറയുന്നതിൽ ഒരർത്ഥമില്ലെന്നും ജസ്റ്റിസ് ഹിമ കോഹ്ലി വ്യക്തമാക്കി. തുടർന്ന് ബാബ രാംദേവ് തനിക്കും തൻ്റെ സ്ഥാപനത്തിനും തെറ്റുപറ്റി, കോടതി ഉത്തരവ് ധിക്കരിക്കുക എന്നത് ലക്ഷ്യമായിരുന്നില്ല, പക്ഷേ തെറ്റ് സംഭവിച്ചതുകൊണ്ട് നിർവ്യാജം തങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്, തെറ്റ് ക്ഷമിക്കണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ കോടതി അന്നും അംഗീകരിക്കുന്ന രീതിയിലേക്ക് എടുത്തില്ല. ആചാര്യ ബാലകൃഷ്ണനെ കോടതി വിളിച്ചു. എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് MD എന്ന നിലയിൽ നിങ്ങളല്ലേ വിശദമാക്കേണ്ടത് എന്ന ചോദ്യം ഉന്നയിച്ചു. ആചാര്യ രാംദേവ് പറഞ്ഞതുപോലെ മാപ്പപേക്ഷ അദ്ദേഹം ആവർത്തിച്ചു. പക്ഷേ അവരുടെ ഉൽപ്പന്നങ്ങളെ ന്യായീകരിക്കാനായിട്ട് ഈ ആചാര്യ ബാലകൃഷ്ണ ഒരു ശ്രമം നടത്തി. വളരെ ശക്തമായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിലപാട്. കോടതി ചോദിച്ചത് മനസ്ഥിതി മാറിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ. അങ്ങനെയാണെങ്കിൽ ജയിലിൽ അയക്കാൻ തയ്യാറാണ് എന്ന് കോടതി പറഞ്ഞു. തൊഴുകൈകളോടെയാണ് ആചാര്യ ബാലകൃഷ്ണ അതിനെ നേരിട്ടത്. താൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ലെന്ന് വീണ്ടും അദ്ദേഹം പറഞ്ഞു. ആ ഘട്ടത്തിലാണ് സോളിസിറ്റർ ജനറൽ ഹാജരുണ്ടോ എന്ന് കോടതി ചോദിച്ചത്. സോളിസിറ്റർ ജനറൽ കോടതിയിൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഏതായാലും കോടതി ആലോചിക്കുന്നില്ല. മാപ്പപേക്ഷ ഉചിതവും കൃത്യമായിട്ടുമുള്ള താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നും കോടതിക്ക് ബോധ്യപ്പെടുന്നില്ല. അതുകൊണ്ട് നടപടികൾ തുടർന്നേ മതിയാവുകയുള്ളൂ. എല്ലാ വിഷയങ്ങളും വിലയിരുത്തും, അത് വിലയിരുത്തിയേ മതിയാകൂ. പൊതുജനങ്ങൾക്ക് ഈ വിധത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സന്ദേശങ്ങൾ ഉണ്ടാക്കുന്ന ഹാനി അത് വളരെ വലുതാണ്. അത് ഇനിയെങ്കിലും സമൂഹം ഉൾക്കൊള്ളണം എന്നതടക്കമുള്ള നിരീക്ഷണങ്ങൾ കോടതി പങ്കുവച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ആ ദിവസവും രണ്ടുപേരും കോടതിയിൽ ഹാജരാകണം. ഒരു ഘട്ടത്തിൽ ആചാര്യ ബാലകൃഷ്ണയോട് നിങ്ങളെ ജയിലിൽ അടയ്ക്കേണ്ടി വരുമെന്ന് കോടതിക്ക് മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു. അടുത്ത തവണ ഹാജരാകണമെന്ന് സോളിസിറ്റർ ജനറലിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്ന് കോടതി തേടുകയാണ്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകി.